Hi friends, Assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെതാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ബേക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അധികം ഉറപ്പൊന്നുമില്ലാതെ എന്നാൽ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് എമൗണ്ടിലാട്ടോ പൊടി കാണിക്കാനായിട്ട് പോണത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് നല്ല ജീരകം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുമല്ലോ, അതിനേക്കാൾ ഒന്ന് ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടത് ഇതുപോലെ ഒരു പലക എടുക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് പോണത് കുപ്പിയുടെ ഇതുപോലുള്ള ഒരു അടപ്പുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നല്ല രീതിയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവണത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ സ്നാക്ക് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് എരിവോട് കൂടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ജീരകമൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കാരണം കുറച്ചൊരു ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.